ഹായ് ഫ്രണ്ട്സ്, നിഷാദ് പടിഞ്ഞാറ്റുമുറയാണ്. ദേശീയപാത 66 വികസന പ്രവർത്തനമുള്ള പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ വീണ്ടും തൃശ്ശൂർ റീച്ചിലാണ്. തൃശ്ശൂർ റീച്ചിലെ 6ാമത്തെ ബൈപ്പാസായ മതിലകം ബൈപ്പാസാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. തൃശ്ശൂർ റീച്ചിലെ 2ാമത്തെ നീളം കൂടിയ ബൈപ്പാസാണ് മതിലകം ബൈപ്പാസ്. 4.78 കിലോമീറ്ററാണ് ഇതിന് നീളം വരുന്നത്. ശിവാലയ കൺസ്ട്രക്ഷൻ്റെ ഹൈലൈറ്റായ ഒരു വർക്കാണ് മതിലകം ബൈപ്പാസ്. ഈ മതിലകം ബൈപ്പാസിലാണ് തൃശ്ശൂർ റീച്ചിലെ ഏക വയഡക്റ്റ് പാലം വരുന്നതും. പിന്നെ പ്രേക്ഷകരോട് ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ മലപ്പുറത്തുള്ള ആളാണ്. മലപ്പുറത്തു നിന്നും തൃശ്ശൂരിൽ വന്നിട്ടാണ് ഇവിടുത്തെ ദേശീയപാത 66 വികസനം നിങ്ങൾക്ക് എല്ലാവരും കാണിച്ചു തരുന്നത്. അപ്പോൾ ഈ ഭാഗത്ത് എത്തുന്ന സമയത്ത് വീഡിയോയുടെ റീച്ച് വളരെയധികം കുറയുന്നുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് സഹകരിച്ച് മാക്സിമം എല്ലാവരിലേക്കും ഒന്ന് എത്തിച്ചു കൊടുക്കുക ഈ വീഡിയോസൊക്കെ. അപ്പം മതിലകം ബൈപ്പാസ് തുടങ്ങുന്നത് പുന്നക്ക ബസാറിലാണ്. നിലവിലെ ദേശീയപാതയുടെ ഇടത് ഭാഗത്തു നിന്നാണ് ബൈപ്പാസ് സ്റ്റാർട്ട് ചെയ്യണത്. അപ്പം മതിലകം ബൈപ്പാസ് സ്റ്റാർട്ട് ചെയ്യുന്ന സ്ഥലത്ത് തന്നെ ആദ്യം ഒരു അണ്ടർപാസാണ് വന്നിരിക്കുന്നത്. അണ്ടർപാസിനോടനുബന്ധിച്ചിട്ട് പീറിൻ്റെ വർക്കുകൾ പൂർത്തിയായിട്ടുണ്ട്. പീർ ക്യാപ്പിന് വേണ്ടിയിട്ടുള്ള ഷട്ടറിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് നമ്മളിന്ന് മതിലകം ബൈപ്പാസിൽ കൂടെ പൂർണ്ണമായി സഞ്ചരിക്കാൻ പോകുന്നത്. അണ്ടർപാസിനോടനുബന്ധിച്ചിട്ട് മണ്ണിട്ട് ഉയർത്തുന്ന പ്രവർത്തനങ്ങളൊന്നും ഈ ഭാഗത്ത് നടന്നിട്ടില്ല. ഇവിടെയൊക്കെ 2 ഭാഗത്തുള്ള ഡ്രൈനേജിൻ്റെ വർക്കും റോഡിന് കുറുകെയുള്ള കൾവേർഡിൻ്റെ നിർമ്മാണങ്ങളുമാണ് ഇപ്പോൾ കഴിഞ്ഞിരിക്കുന്നത്. തൃശ്ശൂർ റീച്ചിലെ വേറൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ബൈപ്പാസുകളെല്ലാം കടന്നു പോകുന്നത് നിലവിലെ ദേശീയപാതയുടെ പാരലായിട്ടാണ്. അതുകൊണ്ട് ദേശീയപാതയിൽ നിന്നും പുതിയ ബൈപ്പാസിലേക്ക് കടക്കാൻ വേണ്ടിയിട്ട് ഇഷ്ടം പോലെ പോക്കറ്റ് റോഡുകളുണ്ട്. പക്ഷേ അതിനൊക്കെ സർവീസ് റോഡിൽ കയറിയിട്ട് മാത്രമേ പിന്നീട് നിങ്ങൾക്ക് മെയിൻ റോഡായ 6 വരിപ്പാതയിലേക്ക് കയറാൻ സാധിക്കുകയുള്ളൂ. ഈ പ്രദേശത്തൊക്കെ വൈഡനിങ് പൂർത്തിയായിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെയൊക്കെ പോസ്റ്റുകൾ മാറ്റി സ്ഥാപിച്ചുകൊണ്ടിരിക്കുകയാണ്. 1 മാസങ്ങൾക്ക് ശേഷമാണ് നമ്മൾ വീണ്ടും മതിലകം ബൈപ്പാസിൻ്റെ അവിടെ എത്തിയിരിക്കുന്നത്. അപ്പോൾ നല്ല രീതിയിൽ തന്നെ ഈ ഭാഗത്തൊക്കെ വർക്കുകൾ നടന്നിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഇവിടെയൊക്കെ വൈഡനിങ് കഴിഞ്ഞ സ്ഥലത്ത് കൾവേർഡിൻ്റെ നിർമ്മാണങ്ങളും നടക്കുന്നുണ്ട്. മെയിനായിട്ട് ഇവിടെ കഴിഞ്ഞിരിക്കുന്നത് ഡ്രൈനേജിൻ്റെ വർക്കാണ്. ഡ്രൈനേജ് കുറച്ച് ഹൈറ്റിലാണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ അപ്പോൾ അത്രയും ഹൈറ്റിൽ മണ്ണിട്ട് ഉയർത്തിയിട്ടാണ് ഈ ഭാഗത്ത് റോഡൊക്കെ കടന്നു പോവുക. തൃശ്ശൂർ റീച്ചിലെ ഏറ്റവും നീളം കൂടിയ ബൈപ്പാസ് വാടാനപ്പള്ളി ബൈപ്പാസാണ്. ഈ വാടാനപ്പള്ളി ബൈപ്പാസ് കടന്നു പോയിരിക്കുന്നത് അധികവും തെങ്ങുംതോപ്പ് കൂടിയാണ്. പക്ഷേ മതിലകം ബൈപ്പാസ് കടന്നു പോയിരിക്കുന്നത് അധികവും ചതുപ്പ് നിലങ്ങൾ കൂടിയാണ്. അത് കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ്. കാരണം ഇഷ്ടം പോലെ കണ്ടൽക്കാടുകളും അതുപോലെ തന്നെ അതിനോട് ചേർന്നിട്ട് കനാലും ഉണ്ട്. ഭയങ്കര അധികം വേഗതയിലാണ് മതിലകം ബൈപ്പാസിൻ്റെ പണികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ശിവാലയ കൺസ്ട്രക്ഷന് ഏറ്റവും കൂടുതൽ റിസ്ക് ഉള്ള ഒരു ബൈപ്പാസും കൂടിയായിരുന്നു മതിലകം ബൈപ്പാസ്. അതുപോലെ തന്നെ ബൈപ്പാസിൽ ഒരുവിധം ഭാഗത്തൊക്കെ ഡ്രൈനേജിൻ്റെ വർക്കുകൾ പൂർത്തിയായിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ കൾവേർഡിൻ്റെ നിർമ്മാണങ്ങൾ കഴിഞ്ഞിട്ടാണ് അതിൻ്റെ മുകൾ ഭാഗത്തു കൂടെയാണ് പിന്നീട് മണ്ണിട്ട് ഉയർത്തി പോകുന്ന റോഡ്. നിങ്ങൾക്കറിയാലോ, ദേശീയപാത 66 വികസനത്തിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടായിരിക്കുന്നത് മണ്ണിൻ്റെ ലഭ്യതയാണ്. പക്ഷേ എന്നാൽ പോലും പല സ്ഥലത്തു നിന്നും മണ്ണ് കൊണ്ടുവന്നിട്ടാണ് ഇപ്പോൾ ശിവാലയ കൺസ്ട്രക്ഷൻ ഈ ഭാഗത്ത് പണികൾ നടത്തിയിരിക്കുന്നത്. അതും ചെമ്മണ്ണാണ്. ഇവിടുത്തെ മണ്ണ് ഇങ്ങനത്തെ അല്ല, വളരെ സോഫ്റ്റും അതുപോലെ തന്നെ വെള്ളം കലർന്നൊരു മണ്ണുമാണ്. അപ്പോൾ പുറത്തു നിന്നാണ് മണ്ണ് കൊണ്ടുവന്നിട്ട് ഇവിടെ ഫുള്ളായിട്ട് വർക്കുകൾ നടത്തിയിരിക്കുന്നത്. ഇനി അടുത്തതായിട്ട് ഒരു അണ്ടർപാസ് വരുന്നുണ്ട്. അണ്ടർപാസിനനുബന്ധിച്ചിട്ട് മണ്ണിട്ട് ഉയർത്തുന്ന പ്രവർത്തനങ്ങൾ ഒരു ഭാഗത്ത് ആരംഭിച്ചിട്ടുണ്ട്. പക്ഷെ ഇവിടെ നിന്നും RE പാനലിൻ്റെ വർക്കുകൾ ആരംഭിച്ചിട്ടില്ല. പിന്നെ അതുപോലെ തന്നെ ഗേർഡർ ഇൻസ്റ്റാളേഷനൊന്നും ഈ ഭാഗത്ത് നടന്നിട്ടില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ അണ്ടർപാസിൻ്റെ മുകൾ ഭാഗത്ത് കഴിഞ്ഞ പ്രാവശ്യം വന്ന സമയത്ത് ഇവിടെയൊക്കെ വളരെയധികം വർക്കുകൾ സ്ലോയിലായിരുന്നു. പക്ഷേ ഇപ്പം നല്ല വേഗതയിലാണ് വർക്കുകൾ പുരോഗമിച്ചത്. 2024 തുടക്കത്തിൽ നിന്നാണ് ശിവാലയ കൺസ്ട്രക്ഷൻ്റെ റീച്ചായ തൃശ്ശൂർ ജില്ലയിൽ അണ്ടർപാസിൻ്റെ മുകൾ ഭാഗത്തൊക്കെ ഗേർഡറുകൾ ഇൻസ്റ്റാളേഷൻ ചെയ്തിരിക്കുന്നത്. കണ്ടപ്പോൾ റോഡിന് കുറുകെയുള്ള കൾവേർട്ടിന് നിർമ്മാണം കഴിഞ്ഞിട്ട് ഈ കൾവേർട്ട് നേരെ വന്ന് ജോയിൻ ചെയ്യുന്നത് സൈഡിലുള്ള ഡ്രൈനേജിൽ കേട്ടോ. അതുപോലെ തന്നെ ഈ ഭാഗത്തൊക്കെ പൂർണ്ണമായിട്ട് മണ്ണിട്ട് ഉയർത്തി വരേണ്ട പ്രദേശമാണ്. അപ്പോൾ അടുത്ത അണ്ടർപാസ് വന്നിരിക്കുന്നത് ഇവിടെയാണ്. അണ്ടർപാസിനനുബന്ധിച്ചിട്ട് പീറിൻ്റെ വർക്കും പീർ ക്യാപ്പിൻ്റെ വർക്കും പൂർത്തിയായിട്ടുണ്ട്. ഇതാണ് പള്ളിവളവിൽ നിന്നും ചക്കരപ്പാടത്തേക്ക് പോകുന്ന റോഡ്. അപ്പോൾ മതിലകം ബൈപ്പാസിൽ കയറി കഴിഞ്ഞാൽ മതിലകം ബൈപ്പാസ് തുടങ്ങുന്ന പുന്നക്ക ബസാറിൻ്റെ അവിടെ ഒരു അണ്ടർപാസ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നീട് ഒരു അണ്ടർപാസ് വന്നിരിക്കുന്നത് ഇവിടെയാണ്. ഇത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു അണ്ടർപാസ് വരുന്നുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ ഫുള്ളായിട്ട് മണ്ണിട്ട് ഉയർത്തിയിട്ട് പോകേണ്ട റോഡാണ്. കാരണം 2 അണ്ടർപാസുകൾ വളരെയധികം അടുപ്പിച്ചിട്ടാണ് വന്നിരിക്കുന്നത്. ഇവിടെയൊക്കെ RE പാനലിൻ്റെ വർക്കുകൾ ആരംഭിക്കാനുള്ള പിന്നെ അതുപോലെ തന്നെ ഈ ഭാഗത്തൊക്കെ സർവീസ് റോഡ് ഉണ്ടായിരിക്കുന്നതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അണ്ടർപാസും അതുപോലെ തന്നെ ഫ്ലൈ ഓവറും വരുന്ന ഭാഗത്തായിരിക്കും സർവീസ് റോഡുകൾ ഉണ്ടാവുക. പിന്നെ ഈ മതിലകം ബൈപ്പാസിൻ്റെ ഒരു ഭാഗത്ത് ടിപ്പു സുൽത്താൻ റോഡ് കടന്നു പോകുന്നുണ്ട്. അപ്പോൾ ഇത് പള്ളിവളവ് എന്ന് പറഞ്ഞ സ്ഥലം കേട്ടോ. പള്ളിവളവിൽ വരുന്ന അണ്ടർപാസിനനുബന്ധിച്ചിട്ട് പീറിൻ്റെ വർക്കുകൾ പൂർത്തിയായിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ഭാഗത്തുള്ള പീർ ക്യാപ്പിൻ്റെ വർക്ക് മാത്രമേ കംപ്ലീറ്റ് ആയിട്ടുള്ളൂ. പിന്നീട് ഇവിടെ നിന്നൊക്കെ ഫുള്ളായിട്ട്
മണ്ണിട്ട് ഉയർത്തി വരേണ്ട പ്രദേശമാണ്. അതിനോടനുബന്ധിച്ചുള്ള വർക്കുകൾ നടക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ മുകൾ ഭാഗത്ത് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള PSC ഗേർഡർ ഇതിൻ്റെ അടുത്ത് തന്നെ കാസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെയൊക്കെ ഫുള്ളായിട്ട് ഡ്രൈനേജിൻ്റെ വർക്ക് കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇവിടെ നിന്നാണ് പിന്നീട് ശിവാലയ കൺസ്ട്രക്ഷന് ഏറ്റവും ബുദ്ധിമുട്ടായ സ്ഥലമുണ്ടായിരുന്നത്. കാരണം ഇവിടെ ഫുള്ളായിട്ട് കണ്ടൽക്കാടും അതുപോലെ തന്നെ വളരെയധികം ചതുപ്പ് നിലങ്ങളുമായിരുന്നു. അപ്പോൾ ഇവിടെ തുടക്കത്തിൽ തന്നെ ഒരു ചെറിയ പാലം വരുന്നുണ്ട്. അപ്പോൾ ഈ അണ്ടർപാസ് കഴിഞ്ഞിട്ട് പിന്നീട് മണ്ണിട്ട് ഉയർത്തി വരണം ഈ ഭാഗം വരെ. അത് കഴിഞ്ഞിട്ട് പീറിൻ്റെ വർക്കും പീർ ക്യാപ്പിൻ്റെ വർക്കും പൂർത്തിയായിട്ടുണ്ട്. 2 തൂണുകളിലായിട്ടാണ് ഈ പാലം കടന്നു പോകുന്നത്. അതുപോലെ തന്നെ വലിയ ഉയരമില്ലാത്ത പാലം കൂടിയാണിത്. എന്നാൽ ഇപ്രാവശ്യം വന്നപ്പോൾ ഇതിൻ്റെ മുകൾ ഭാഗത്ത് ഗേർഡർ ഇൻസ്റ്റാളേഷൻ നടന്നിട്ടില്ല. ഇനി അടുത്ത പ്രാവശ്യം വരുമ്പോൾ എന്തായാലും ഇതിൻ്റെ മുകൾ ഭാഗത്ത് ഗേർഡർ ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞിട്ട് ചിലപ്പോൾ കാസ്റ്റിംഗ് ആരംഭിച്ചിട്ടുണ്ടാകും. ഈ പാലത്തിൻ്റെ നിർമ്മാണം ഇവിടെ നടക്കുന്ന സമയത്ത് ബോർ പൈലിംഗ് നടത്തിയിട്ടുണ്ട്. അപ്പോൾ ആ സമയത്തൊക്കെ ഇവിടെ നിങ്ങൾ വന്നു കണ്ട് അന്തം വിടും. കാരണം അത്രയും ചളികളായിരുന്നു ഈ ഭാഗത്തുള്ളത്. ഓരോ ഭാഗത്ത് കുഴിക്കുമ്പോഴും അത്രയും ചളിവെള്ളമാണ് പുറത്ത് വന്നിരിക്കുന്നത്. എന്നിട്ട് അതൊക്കെ ഫുള്ളായിട്ട് സബ്ഗ്രേഡ് ചെയ്തിരിക്കുകയാണ് ഈ ചെമ്മണ്ണ് വെച്ചിട്ട്. പിന്നീട് ഇവിടുന്ന് കണ്ട ഈ പ്രദേശം മുഴുവനായിട്ട് വെള്ളത്തിൻ്റെ ഒരു സ്ഥലം തന്നെയായിരുന്നു. ഇവിടെ ഒന്ന് കണ്ടൽക്കാടൊക്കെ ഉണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ അതിൽ കൂടെയൊക്കെ ഇപ്പോൾ പൂർണ്ണമായിട്ട് മണ്ണിട്ട് ലെവലാക്കി വന്നിട്ടുണ്ട്. 1 മാസം കൊണ്ടുള്ള മാറ്റമാണ് നിങ്ങളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം 1 മാസം മുൻപെടുത്ത വീഡിയോൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം കേട്ടോ. അപ്പോൾ ഒന്ന് കണ്ടു നോക്ക്. അന്ന് ഈ ഭാഗത്ത് വന്ന സമയത്ത് ഇവിടെ ഒന്നും വർക്കുകൾ നടന്നിട്ടില്ല. ഇവിടെയൊക്കെ ഫുള്ള് ചളിക്കട്ട് തന്നെയായിരുന്നു. അതുപോലെ തന്നെ ഒരു ഭാഗത്ത് കണ്ടൽക്കാണ്. പക്ഷേ ഇപ്പം ഇവിടെ ഫുള്ളായിട്ട് സോയിൽ സബ്ഗ്രേഡ് ചെയ്ത് പോയിട്ടുണ്ട് ഇവർ. അത് വലിയൊരു മാറ്റം തന്നെയായിരുന്നു. കാരണം അന്നൊക്കെ ഇവിടെ വന്ന സമയത്ത് ഈ ഭാഗത്ത് കടക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ പോക്കറ്റ് റോഡ് കൂടെ പോയിട്ടാണ് പിന്നീട് ഇതിൻ്റെ മറുഭാഗം വന്നിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ സബ്ഗ്രേഡ് ചെയ്ത് ചില സ്ഥലങ്ങളിലൊക്കെ CTSBൻ്റെ വർക്ക് വരെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ദേശീയപാത 66ൻ്റെ വികസനത്തിൽ ശിവാലയ കൺസ്ട്രക്ഷൻ്റെ എടുത്ത് പറയുന്ന ഒരു വർക്കാണ് മതിലകം ബൈപ്പാസിലെ വർക്ക്. കാരണം അത്രയും ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു ഏരിയ ആയിരുന്നു മതിലകം ബൈപ്പാസ്. ഏകദേശം പൂർണ്ണമായിട്ടാണ് ഇവർ മതിലകം ബൈപ്പാസിൻ്റെ വർക്കുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കാരണം കഴിഞ്ഞ പ്രാവശ്യമൊക്കെ വന്ന സമയത്ത് കുറച്ച് ഭാഗത്ത് പെൻഡിങ് ആയിരുന്നു. ഇപ്പം എന്തായാലും ഫുള്ളായിട്ട് ഇപ്പം നമ്മൾ പുന്നക്ക ബസാറിന് ഏകദേശം ഇവിടം വരെ നിലവിൽ ദേശീയപാതയുടെ വർക്കുകൾ നടക്കുന്ന റോഡിൽ കൂടിയാണ് വന്നിരിക്കുന്നത്. പിന്നീട് ഇവിടുന്ന് കുറച്ച് ഭാഗം 6 വരിപ്പാതയുടെ വീതിയിലുള്ള ടാറിങ് കഴിഞ്ഞിട്ടുണ്ട്. കാരണം ഇവിടം വരെയാണ് ആ പാലത്തിനോടനുബന്ധിച്ച് മണ്ണിട്ട് വരുന്ന പ്രദേശമാണ്. അത് കഴിഞ്ഞിട്ടുള്ള വർക്കാണ് പിന്നെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ കഴിഞ്ഞ് ക്രാഷ് ബാരറിൻ്റെ വർക്ക് നടക്കാനുള്ളതാണ്. ഡിവൈഡറിൻ്റെ വർക്ക് നടക്കാനുണ്ട്. അതുപോലെ തന്നെ ഇവിടെയൊക്കെ സർവീസ് റോഡിന് വേണ്ടിയിട്ട് മണ്ണ് ലെവലാക്കി പോയിട്ടുണ്ട്. പിന്നീട് ഇവിടം വരെയാണ് വർക്ക് നടന്നു. ഇവിടുന്ന് പിന്നീട് അങ്ങോട്ട് ഫുള്ളായിട്ട് സോയിൽ അപ്ഗ്രേഡ് ചെയ്ത് മാത്രമേ ഉള്ളൂ. കാരണം ഇവിടെയൊക്കെ ഫുള്ളായിട്ട് മണ്ണിട്ട് ലെവലാക്കിയ പ്രദേശമാണ്. അതിന് റോഡിന് കുറികളെ കൾവറിൻ്റെ നിർമ്മാണം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഭാഗത്തൊക്കെ ഡ്രൈനേജിൻ്റെ വർക്കുകൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. അടുത്ത മഴ തുടങ്ങുന്നതിന് മുൻപ് ഈ ഭാഗത്തെ വർക്കുകൾ കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. കണ്ടോ, പിന്നീട് ഇവിടുന്ന് അങ്ങോട്ട് ഫുള്ളായിട്ട് 6 വരിപ്പാതയുടെ വീതിയിലുള്ള ടാറിങ് കഴിഞ്ഞിരിക്കും. ഇവിടെയൊക്കെ മണ്ണിട്ട് ഉയർത്തി വന്നിട്ടാണ് ഈ റോഡിന് നിർമ്മാണം നടത്തിയിരിക്കുന്നത്. കണ്ട ഇവിടെയൊക്കെ റോഡിന് കുറികളുടെ കൾവറിൻ്റെ നിർമ്മാണങ്ങൾ ഓരോ ഭാഗത്തും നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും മതിലകം ബൈപ്പാസിലേക്ക് ഞാൻ കടക്കുന്ന സമയത്ത് ഇത്രമാത്രം വർക്കുകൾ നടന്നിട്ടുണ്ടാവും ഞാൻ പ്രതീക്ഷിച്ചില്ല. കാരണം നമ്മൾ ഒരിക്കലും വിചാരിക്കാത്ത രീതിയിലാണ് ശിവാലയ കൺസ്ട്രക്ഷൻ്റെ വർക്ക് ഇപ്പോൾ മതിലകം ബൈപ്പാസിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. തൃശ്ശൂർ റീച്ചിൽ വളരെ ലേറ്റായിട്ടാണ് ശിവാലയ കൺസ്ട്രക്ഷൻ്റെ വർക്ക് ആരംഭിച്ചിട്ടുണ്ടെങ്കിലും പക്ഷേ ഇപ്പോൾ നല്ല വേഗതയിലാണ് ഇവരുടെ വർക്കുകൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കറിയാം, ഇപ്പോൾ നമ്മൾ തൃശ്ശൂർ റീച്ചിൽ കടന്ന സമയത്ത് പല സ്ഥലത്തും റോഡിൻ്റെ പണികൾ 6 വരിപ്പാതയുടെ വീതിയിലുള്ള ടാറിങ് പൂർത്തിയായിട്ട് ഒരു ഭാഗത്തോടെയൊക്കെ വാഹനങ്ങൾ കടത്തിവിട്ടിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ സർവീസ് റോഡിൻ്റെ പണികളൊക്കെ പല സ്ഥലത്തും പൂർത്തീകരിച്ചിട്ടുണ്ട് ഇവർ. ഇനി ബൈപ്പാസുകളുടെ വർക്ക് മാത്രം നടക്കാനുള്ള ഏറ്റവും കൂടുതൽ ബൈപ്പാസുകൾ വന്നിരിക്കുന്നത് തൃശ്ശൂർ ജില്ലയിലാണ്. ഇനിയാണ് തൃശ്ശൂർ ജില്ലയിലെ മതിലകം ബൈപ്പാസിലെ വയഡക്റ്റ് പാലം വരുന്നത്. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ വയഡക്റ്റ് പാലം വന്നിരിക്കുന്നത് മലപ്പുറം ജില്ലയിലെ വളാഞ്ചേരി ബൈപ്പാസിലാണ്. അത് 2 കിലോമീറ്ററാണ് അതിൻ്റെ നീളം. പിന്നെ ആ വയഡക്റ്റ് പാലവും നമ്മളെ മതിലകം ബൈപ്പാസിൽ വന്ന വയഡക്റ്റ് പാലം നിങ്ങൾ കമ്പയർ ചെയ്യരുത്. കാരണം ആ വയഡക്റ്റ് പാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 1.5 വയഡക്റ്റ് പാലാണ്. അത് ഒരു എഞ്ചിനീയറിംഗ് മികവ് എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. കാരണം അത്രയും ഹൈറ്റിൽ കൂടിയാണ് വയഡക്റ്റ് പാലം കടന്നു പോകുന്നത്. പക്ഷേ ഇതും വയഡക്റ്റ് പാലമാണ്. ഈ വയഡക്റ്റ് പാലത്തിൻ്റെ നീളം എന്ന് വെച്ച് കഴിഞ്ഞാൽ 1.2 കിലോമീറ്റർ മാത്രമാണ്. അതുപോലെ തന്നെ ഈ വയഡക്റ്റ് പാലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചതുപ്പ് നിലങ്ങളും അതുപോലെ തന്നെ കയറ്റവും ഇറക്കവും അതുപോലെ തന്നെ ചെരിവുള്ള ഏരിയകളിലൊക്കെയാണ് ഈ വയഡക്റ്റ് പാലം വരുന്നത്. വളാഞ്ചേരി ബൈപ്പാസിലെ വയഡക്റ്റ് പാലും അതുപോലെ തന്നെ ഈ വയഡക്റ്റ് പാലം തമ്മിൽ നിങ്ങൾ ഒരിക്കലും കമ്പയർ ചെയ്ത്. കാരണം വയഡക്റ്റ് പാലം വളാഞ്ചേരി ബൈപ്പാസിൽ വന്നിരിക്കുന്ന ഒറ്റ തൂണിലാണ്. അത് നല്ല ഉയരമുണ്ട്. അപ്പോൾ ഇവിടുത്തെ പാലം വന്നിരിക്കുന്നത് 2 തൂണുകളിലായിട്ടാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 തൂണുകളിലാണ് ഒരു പീർ ക്യാപ്പ് വന്നിരിക്കുന്നത്. അതിൻ്റെ മുകൾ ഭാഗത്ത് 4 ഗേർഡറാണ് ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്നത്. അതുപോലെ തന്നെ മതിലകം ബൈപ്പാസിലെ വയഡക്റ്റ് പാലത്തിൻ്റെ മുകൾ ഭാഗത്ത് ഗേർഡർ ഇൻസ്റ്റാളേഷൻ ആരംഭിച്ചിട്ടുണ്ട്. പിന്നെ വേറെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വയഡക്റ്റ് പാലത്തിനോട് ചേർന്നിട്ട് സർവീസ് റോഡ് ഉണ്ടാകൂല എന്നാണ് ഇവിടെ അന്വേഷിച്ചപ്പം അറിയാൻ സാധിച്ചത്.
2 തൂണുകളിലായിട്ടാണ് ഈ വയഡക്റ്റ് പാലം കടന്നു പോകുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഭാഗത്ത് 3 വരിപ്പാതയും മറുഭാഗത്ത് 3 വരിപ്പാതയുമാണ്. ഇതിന് മുകൾ ഭാഗത്ത് 4 ഗേർഡറാണ് ഒരു ഭാഗത്ത് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ 30 തൂണുകളാണ് മൊത്തം ഈ വയഡക്റ്റ് പാലത്തിനുള്ളത്. എന്ന് വെച്ചാൽ ടോട്ടലായിട്ട് 60 തൂണുകൾ, എന്ന് വെച്ചാൽ 60 പീർ ക്യാപ്പുകൾ വരുന്ന അർത്ഥം. ഞാൻ കുറച്ച് നേരം ഇവിടെ നിന്ന് നോക്കി ഗേർഡർ ഇൻസ്റ്റാളേഷൻ എടുക്കാൻ പറ്റുമോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. പക്ഷേ ഭയങ്കര അധികം കാലതാമസം പിടിച്ചിട്ടുണ്ട്. കാരണം അത്രയും ലെങ്ത് ഉള്ള ഒരു ഗേർഡറാണ് ഇതിൻ്റെ മുകൾ ഭാഗത്ത് ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. തൃശ്ശൂർ ജില്ലയിൽ 2 റീച്ചാണ് ശിവാലയ കൺസ്ട്രക്ഷനിലുള്ളത്. ഒന്ന് കാപ്പിരിക്കാട് മുതൽ തളിക്കുളം വരെയും പിന്നെ അതുപോലെ തന്നെ തളിക്കുളം മുതൽ കൊടുങ്ങല്ലൂർ വരെയും. ഇപ്പോൾ പിയർ ക്യാപ്പിൻ്റെ മുകൾ ഭാഗത്ത് ഗേർഡർ ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ക്രോസ് ഗേർഡറിൻ്റെ വർക്കുകൾ ഉടനെ ആരംഭിക്കുന്നതാണ്. ഈ ക്രോസ് ഗേർഡർ എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ഗേർഡറുകളുടെയും ഇടയിൽ എന്ന് വെച്ചാൽ പിയർ ക്യാപ്പിൻ്റെ മുകൾ ഭാഗത്ത് ക്രോസ് ആയിട്ട് കോൺക്രീറ്റ് ചെയ്യുന്നതാണ് ക്രോസ് ഗേർഡർ എന്ന് പറയുന്നത്. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഷെയ്ക്ക് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ക്രോസ് ഗേർഡറിൻ്റെ വർക്ക് ചെയ്യുന്നത്. കാരണം മുകൾ ഭാഗത്തോടൊക്കെ ഭാരമുള്ള വാഹനങ്ങൾ പോകുന്ന സമയത്ത് ഇങ്ങനെ ഷെയ്ക്ക് ചെയ്യാൻ പാടില്ല. പിന്നെ അതുപോലെ തന്നെ അതിനോടനുബന്ധിച്ചിട്ടുള്ള ബെയറിങ്ങിൻ്റെ വർക്കുകളും പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ക്രോസ് ഗേർഡർ ഇല്ലാന്നുണ്ടെങ്കിൽ ഗേർഡറുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും തെന്നി മാറും. അതിനാണ് ക്രോസ് ഗേർഡറിൻ്റെ നിർമ്മാണം നടത്തുന്നത്. ബെയറിങ് വയ്ക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനൊരു സസ്പെൻഷൻ മാതിരിയാണ്. എന്ന് വെച്ചാൽ വാഹനങ്ങൾ പോകുമ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ലേ പാലങ്ങളൊക്കെ ചെറുതായിട്ടൊന്നിങ്ങനെ കുലുങ്ങുന്നത്, അതിനാണ് ഈ ബെയറിങ് സ്ഥാപിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇത് PSC ഗേർഡറാണ്, പ്രീ സ്ട്രെസ്ഡ് കോൺക്രീറ്റ് ഗേർഡറാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഏകദേശം പാലത്തിൻ്റെ സെൻറ്റർ ഭാഗത്താണ് ഇപ്പോൾ ഗേർഡർ ഇൻസ്റ്റാളേഷൻ നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നീട് ഇവിടുന്ന് അങ്ങോട്ട് ഫുള്ളായിട്ട് പീറിൻ്റെ വർക്കും പീർ ക്യാപ്പിൻ്റെ വർക്കുകളൊക്കെ കഴിഞ്ഞിരിക്കുന്നു. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വന്ന സമയത്ത് ഇവിടെയൊക്കെ പീർ ക്യാപ്പിൻ്റെ വർക്കും അതുപോലെ തന്നെ ഗേർഡർ ഇൻസ്റ്റാളേഷന് വേണ്ടിയിട്ട് ഇവിടെയൊക്കെ നിലം ലെവലാക്കിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ എന്തായാലും വർക്കുകളൊക്കെ നല്ല വേഗതയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പുന്നക്ക ബസാറിന് അവിടെ നിന്ന് തുടങ്ങുന്ന മതിലകം ബൈപ്പാസ് വന്ന് അവസാനിക്കുന്നത് 5-ാം പരുത്തിയിലാണ്. 4.78 കിലോമീറ്ററാണ് മതിലകം ബൈപ്പാസിൻ്റെ നീളവും. അതുപോലെ തന്നെ 1.2 കിലോമീറ്ററാണ് അതിൽ വരുന്ന വയഡക്റ്റ് പാലത്തിൻ്റെ നീളവും. അപ്പോൾ ഇതാണ് നിലവിലെ ദേശീയപാത. ഇതാണ് 5-ാം പരുത്തി എന്ന സ്ഥലം. ഇവിടെ വന്നിട്ടാണ് പിന്നീട് മതിലകം ബൈപ്പാസ് നിലവിലെ ദേശീയപാതയിലേക്ക് കയറുന്നത്. പിന്നെ ഈ വയഡക്റ്റ് പാലം കുറച്ചും കൂടി മുന്നോട്ട് പോകുന്നുണ്ട്. നിലവിലെ റോഡ് ക്രോസ് ചെയ്തിട്ട് കുറച്ചുകൂടി മുന്നോട്ട് പോകുന്നുണ്ട് കേട്ടോ. 30ാമത്തെ പീർ വന്നിരിക്കുന്നത് ഇവിടെയാണ്. അതിനോടനുബന്ധിച്ചുള്ള വർക്ക് നടക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ പീർ ക്യാപ്പിൻ്റെയും പീറിൻ്റെയും വർക്ക് കഴിഞ്ഞാണ്. റോഡ് ക്രോസ് ചെയ്തിട്ടുള്ള ഭാഗത്ത് മാത്രമാണ് ഇപ്പോൾ പീറിൻ്റെ വർക്ക് നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ പൈൽ ക്യാപ്പിൻ്റെ വർക്കിന് വേണ്ടിയിട്ട് പൈൽ ചിപ്പിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ. പിന്നെ ഇവിടെ ഒരു ഭാഗത്തേക്കുള്ള റോഡ് പാലത്തിൻ്റെ അടിയിൽ കൂടെയാണ് ഇപ്പോൾ ക്രോസ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നീട് ഇവിടെ നിന്ന് അങ്ങോട്ട് ഫുള്ളായിട്ട് സർവീസ് റോഡിൻ്റെ വർക്കുകൾ നടന്നിരിക്കുന്നു. കാരണം ഇവിടം വരെയാണ് ഇപ്പം ഏകദേശം പീറിൻ്റെ വർക്കും പീർ ക്യാപ്പിൻ്റെ വർക്കും കഴിഞ്ഞിരിക്കുന്നത് കേട്ടോ. ഇവിടെ നിന്ന് പിന്നീട് പീർ ക്യാപ്പിന് വേണ്ടിയിട്ടുള്ള വർക്ക് നടക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ പീറിന് വേണ്ടിയിട്ടുള്ള ഷട്ടറിങ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ നിലവിലെ റോഡ് ക്ലോസ് ചെയ്തിരിക്കുകയാണ്. കാരണം അവിടെ പാലത്തിനോടനുബന്ധിച്ചുള്ള വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് സർവീസ് റോഡിൽ കൂടിയാണ് വാഹനങ്ങൾ കടന്നു പോകുന്നത്. 2 ഭാഗത്തുള്ള സർവീസ് റോഡിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. കാരണം ഇവിടെയൊക്കെ പഴയ റോഡ് പൊളിച്ചിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെയാണ് ഇപ്പോൾ ലാസ്റ്റ് 30ാമത്തെ പീർ വരുന്നത് കേട്ടോ. ഒരു ഭാഗത്തുള്ള പീറിൻ്റെ വർക്ക് മാത്രം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ മറുഭാഗത്തുള്ള പീറിൻ്റെ വർക്ക് നടക്കണം. അപ്പോൾ ഇവിടെ പൈൽ ചിപ്പിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി ഇതിൻ്റെ മുകൾ ഭാഗത്താണ് പൈൽ ക്യാപ്പിൻ്റെ വർക്ക് വരുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഫുള്ളായിട്ട് കോൺക്രീറ്റ് പൊളിച്ച് മാറ്റിയിട്ട് ഇതിൻ്റെ മുകൾ ഭാഗത്ത് ഒരു കേജ് ഉണ്ടാക്കും. അങ്ങനെയാണ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ടാണ് ഇത്രയും സ്ട്രോങ് ആയിട്ട് ഇവർ ചെയ്യുന്നത്. അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് കുറേ പേര് ചോദിക്കുന്നത് തള്ളി പുറത്തേക്കിട്ടിരിക്കുന്നത് വെച്ചാൽ ഇത് വന്നൊരു സ്ട്രോങ്ങിന് വേണ്ടിയിട്ടാണ്, പൈൽ ക്യാപ്പിന് വേണ്ടിയിട്ടുള്ള പിടുത്തത്തിന് വേണ്ടിയിട്ട് കേട്ടോ. പിന്നീട് അതിൻ്റെ മുകളിലാണ് പീർ വരിക, പിന്നീട് പീർ ക്യാപ്പ് വരും. അപ്പോൾ പ്രിയ പ്രേക്ഷകരോട് ഒന്നുകൂടി പറയുകയാണ്, ഞാൻ മലപ്പുറത്തുള്ള ആളാണ്. അപ്പോൾ ദേശീയപാത 66ൻ്റെ വികസനം തൃശ്ശൂർ ജില്ലയിൽ എടുക്കാൻ വേണ്ടി ഇവിടം വരെ വന്നിട്ടാണ് നിങ്ങൾക്ക് ഇതെല്ലാം കാണിച്ചു തരുന്നത്. അപ്പോൾ ഈ ഭാഗത്തേക്ക് വരുന്ന സമയത്ത് വളരെയധികം റീച്ച് കുറച്ചൊന്ന് കുറയുന്നുണ്ട്. അപ്പം മാക്സിമം എല്ലാവർക്കും ഈ വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ കമൻറ്റുകൾ എഴുതണം. പിന്നെ കേരളത്തിൽ നടക്കുന്ന ഏറ്റവും വലിയൊരു വികസനമാണ് ദേശീയപാത 66. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ കമൻറ്റ് എഴുതാൻ ഒരിക്കലും മറക്കരുത്. അപ്പോൾ പുതിയൊരു പുത്തൻ വീഡിയോ ആയിട്ട് വരുന്നവരെ നിങ്ങളോട് എല്ലാവരോടും ബൈ.